പൊങ്കാല മഹോത്സവത്തിൻ്റെ പരിസമാപ്തി കൂടി വരുന്ന പൊങ്കാല അതിന് സഹമേൽശാന്തി ഇപ്പോൾ പണ്ടാര അടുപ്പിന് മുമ്പിലെ പൊങ്കാലയ്ക്കാണ് നിവേദ്യം നടത്തുന്നത്. ഈ നിവേദ്യം നടത്തുന്നതോടുകൂടി തന്നെ ലക്ഷക്കണക്കിന് പൊങ്കാലയ്ക്കും നിവേദ്യം നടത്തുന്നതിന് വേണ്ടി 250-ലധികം ശാന്തിമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സുനിൽ, പണ്ടാര അടുപ്പിലെ നിവേദ്യ ചടങ്ങുകൾ പൂർത്തിയായി. ഇതേ സമയത്ത് തന്നെ എത്ര പൂജാരിമാരെയാണ് മറ്റ് അടുപ്പുകളിലേക്കും നിവേദ്യത്തിനായി നിയോഗിച്ചിരിക്കുന്നത്? ഏതൊക്കെ ഭാഗത്തേക്കാണ് അവർ പോവുക? അരുൺ, തലസ്ഥാനത്ത് ഏകദേശം 7 കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെല്ലാം ഉള്ള പൊങ്കാല നിവേദ്യം നടത്തുന്നതിന് വേണ്ടി 250-ലധികം ശാന്തിമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇവരെല്ലാവരും തന്നെ നേരത്തെ തന്നെ ഓരോരോ കേന്ദ്രങ്ങളിലേക്ക് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും സംഘാടകരും ഒക്കെ വന്ന് പൂജാരിമാരെ കൂട്ടിക്കൊണ്ടുപോയി ഈ സമയത്ത് തന്നെ എല്ലാ പൊങ്കാലകളിലും നിവേദ്യം നടത്തുന്ന ചടങ്ങ് നടക്കും. ഇതോടുകൂടി തന്നെ ഒരു വർഷത്തിൻ്റെ കാത്തിരിപ്പിന് പരിസമാപ്തിയാവുകയാണ്. വ്രതം നോറ്റു വന്ന സ്ത്രീ ലക്ഷങ്ങൾ പൊങ്കാല അർപ്പിച്ച് ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് സായുജ്യമടഞ്ഞ് തങ്ങളുടെ പരിഭവവും പരാതിയും ഒക്കെ ആറ്റുകാൽ ദേവിയുടെ മുന്നിൽ വെച്ച് വളരെ സന്തോഷപൂർവ്വം അടുത്ത വർഷം വരാം എന്നുള്ള ഒരു ഉറപ്പ് ആറ്റുകാൽ അമ്മയ്ക്ക് നൽകിക്കൊണ്ട് പ്രാർത്ഥനയോടെ മടങ്ങുന്ന കാഴ്ചയ്ക്കാണ് ഇനി തലസ്ഥാനത്ത് ഓരോ വീതിയും സാക്ഷ്യം വഹിക്കുക. ഈ ഭക്തർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ വീടുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി KSRTCയും റെയിൽവേയും വളരെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാ മേഖലകളിലേക്കുള്ള ബസ് സർവീസുകൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ട്രെയിനും എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുത്തിയോട്ടത്തിനുള്ള ബാലന്മാരാണ് ഇപ്പോൾ അവർ ദേവിയെ നമസ്കരിക്കുന്നതിന് വേണ്ടി കുളിച്ച് ശുദ്ധി വരുത്തിയ ശേഷം ദേവിയെ നമസ്കരിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങാണ് കുത്തിയോട്ട ചടങ്ങ്. അത് വൈകുന്നേരമാണ്. ഈ കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്ന ഈ ബാലന്മാരാണ് ദേവിയുടെ പുറത്തെഴുന്നള്ളിപ്പിന് അകമ്പടി സേവിച്ചുകൊണ്ട് ദേവിയുടെ ഭടന്മാരായി ഈ പുറത്തെഴുന്നള്ളിപ്പിൽ വരുന്നത്. അതിനുശേഷമാണ് ഈ പുറത്തെഴുന്നള്ളിപ്പ് എല്ലാം കഴിഞ്ഞ് തിരികെ ആറ്റുകാലിലേക്ക് എത്തിയ ശേഷമായിരിക്കും ഉത്സവത്തിന് പരിസമാപ്തി വരുന്നത്. കാപ്പഴിച്ച ശേഷം നടക്കുന്ന കുരിശോടുകൂടി തന്നെ ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ പൊങ്കാല മഹോത്സവത്തിന് കൂടി സമാപനം കുറിക്കുകയാണ്. അരുൺ, സുനിൽ, ഇനി എന്തൊക്കെ ചടങ്ങുകളാണ് ശേഷിക്കുന്നത് പൊങ്കാലയുമായി ബന്ധപ്പെട്ട്? അരുൺ, ഇനി പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പൊങ്കാലയെല്ലാം നിവേദിച്ച് പല വിഭാഗങ്ങളും നിവേദിക്കുകയാണ്. ഈ നിവേദിച്ച പൊങ്കാലകളുമായി ഓരോ ഭക്തരും അവരുടെ വസതിയിലേക്ക് പോകും. അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഓരോ സ്ഥലത്തും ഒരുക്കിയിട്ടുണ്ട്. അതിന് ക്ഷേത്രത്തിൽ ഇനി നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് ഈ കുത്തിയോട്ടം ഉണ്ട്. അതോടൊപ്പം തന്നെ താലപ്പൊലി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുത്തിയോട്ടമാണ്, വൈകുന്നേരമാണ് കുത്തിയോട്ടം ആരംഭിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഈ ബാലന്മാരെയൊക്കെ പ്രത്യേകിച്ച് കിരീടവും അതുപോലെ തന്നെ മറ്റ് വസ്ത്രധാരണവും ഒക്കെ നടത്തി ദേവിയുടെ ഭടന്മാരായി അണിയിച്ചൊരുക്കി പുറത്ത് വേല് കുത്തി ആണ് കുത്തിയോട്ടത്തിന് വേണ്ടിയിട്ട് ഇവരെ കൊണ്ടുപോകുന്നത്. വൈകുന്നേരം 9 മണിക്കാണ് ഘോഷയാത്ര. ഈ കുത്തിയോട്ടം 4 മണി മുതൽ തന്നെ കുട്ടികളെ വേല് കുത്തി തുടങ്ങും. 9 മണിക്കായിരിക്കും ഇവിടുന്ന് ദേവിയെ പുറത്തെഴുന്നള്ളിക്കുന്ന ഘോഷയാത്ര ആരംഭിക്കുന്നത്. ഈ ഘോഷയാത്രയിലാണ് ഇവർ ദേവിക്ക് ഭടന്മാരായി ഇവർ ദേവിക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് ഈ എഴുന്നള്ളത്തിന് വരുന്നത്. ഏറ്റവും അവസാനമാണ് പാമ്പാടി രാജൻ എന്ന ആനയുടെ പുറത്ത് ആറ്റുകാൽ ദേവി എഴുന്നള്ളത്ത് നടത്തുന്നത്. ഈ എഴുന്നള്ളത്ത് മണക്കാട് അയ്യപ്പ ക്ഷേത്രത്തിലാണ് സമാപിക്കുന്നത്. അതിനുശേഷം തിരികെ ക്ഷേത്രത്തിലേക്ക് ആറ്റുകാൽ സന്നിധിയിലേക്ക് എത്തിച്ചേരും. ഇവിടെ വന്ന ശേഷമാണ് കാപ്പടിച്ച് ദേവിയെ ഇവിടെ കുരിശി നടത്തിയ ശേഷമായിരിക്കും ഉത്സവത്തിന് സമാപ്തി വരുന്നത്. ഇനി ഈ വൈകുന്നേരമാകുമ്പോഴേക്ക് വലിയൊരു തിരക്കായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് 800-ലധികം ബാലന്മാരാണ് ഈ കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വ്രതം നോറ്റ് 7 ദിവസമായി ആറ്റുകാൽ ദേവി സന്നിധിയിൽ തന്നെ അവർ താമസിച്ച് വരികയാണ്. വ്രതവും അതിനനുസരിച്ചുള്ള ഇവിടുത്തെ ആചാരക്രമങ്ങളൊക്കെ അനുസരിച്ചാണ് അവരിവിടെ നിൽക്കുന്നത്. ഇങ്ങനെ 800-ലധികം ബാലന്മാർ ഈ ഘോഷയാത്രയിൽ ദേവിക്ക് അകമ്പടി സ്വീകരിച്ചുകൊണ്ട് വരും. അതോടൊപ്പം തന്നെ ഇവിടെ അതുപോലെ തന്നെ ഈ പുഷ്പവൃഷ്ടി ഇപ്പോഴും ഈ പൊങ്കാലയ്ക്ക് പുഷ്പവൃഷ്ടിയും ഇത്തവണയും ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ വളരെ വൈകിയാണ് പൊങ്കാല നിവേദിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഭക്തർക്ക് വീടുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ്. നിവേദ്യം 1:30 തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം,
ഒരു സ്ഥലത്ത് വലിയ ചെറിയ രീതിയിൽ പുകയൊക്കെ ശ്വസിച്ചുള്ള ഒരു ബോധക്കേട് 2-3 സ്ഥലങ്ങളിൽ ഭക്തർക്കുണ്ടായത് ഒഴിച്ചാൽ മറ്റൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ വിജയമായി തന്നെ കാണാം. വിവിധ വകുപ്പുകൾ പ്രത്യേകിച്ച് കോർപ്പറേഷൻ്റെ ഒരു ഇടപെടൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. കാരണം കോർപ്പറേഷൻ ഈ പൊങ്കാല പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു സംരംഭമാണ് അവർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് ഈ പൊങ്കാല അർപ്പിച്ച് ഇനി വരുന്ന ഈ കല്ലും മറ്റു മാലിന്യങ്ങളുമൊക്കെ നീക്കം ചെയ്യുന്നതാണ്. അത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ഉൾപ്പെടെയുള്ളവർ എടുത്തിരിക്കുന്നത്. കാരണം 4 മണിക്കൂർ കൊണ്ടാണ് ഇനി നഗരം വൃത്തിയാക്കാൻ പോകുന്നത്. എല്ലാ കൗൺസിലർമാരും അതോടൊപ്പം തന്നെ മേയറും ഉൾപ്പെടെ നിന്നുകൊണ്ട് തന്നെ എല്ലാ ശുചീകരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുത്തു കഴിഞ്ഞു. അതനുസരിച്ച് 4 മണിക്കൂർ കൊണ്ട് ഈ നഗരത്തിൻ്റെ എല്ലാ ഭാഗവും ശുചീകരിച്ച് വൃത്തിയാക്കുന്ന ഒരു നടപടി. അതിനുശേഷം കൃത്രിമ മഴ പെയ്ച്ചുകൊണ്ട് പൊടിപടലം വരാതിരിക്കാനുള്ള സജ്ജീകരണവും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ തരത്തിലും ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വലിയൊരു വിജയമാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരുടെയും വലിയൊരു കൂട്ടായ ഒരു പ്രവർത്തനം, അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇത്തരത്തിലുള്ള പൊങ്കാല ഓരോ വർഷവും കൂടുതൽ ഭക്തർ വരുന്നതും അതിൻ്റെ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു. സുനിൽ, മറ്റൊന്ന്, സാധാരണ ഓരോ വർഷവും അഭൂതപൂർവമായ തിരക്കാണ് എന്നാണ് പറയാറുള്ളത്. ഇത്തവണ എത്രത്തോളം ഭക്തജനങ്ങൾ പൊങ്കാല ഇട്ടു എന്ന് ഒരു വിവരം നിലവിൽ ലഭ്യമാണോ? മറ്റൊന്ന്, ഈ നഗര പരിധി വിട്ട് പൊങ്കാല ഇടാറുണ്ട്, അതിനെ വിലക്കാറുണ്ട്. കാരണം ഈ നിവേദിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇത്തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അരുൺ, കഴിഞ്ഞ തവണ 25 ലക്ഷത്തിലധികം ഭക്തർ പൊങ്കാല അർപ്പിക്കാൻ എത്തി എന്നാണ് ക്ഷേത്രം അധികാരികൾ തന്നെ പറയുന്നത്. ഇത്തവണ അത് 30-35 വരെ എന്നുള്ള ഒരു കണക്കാണ്. പക്ഷേ അത്തരം കണക്കുകളൊക്കെ ഇനി മാത്രമേ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ തന്നെ പറയുകയുള്ളൂ. ഏതായാലും നമുക്കൊരു 20-25 ലക്ഷം എന്നുള്ളത് തന്നെ ആ ഒരു നമുക്ക് ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് പറയാൻ പറ്റും. ഓരോ വർഷവും ഭക്തരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഒരു വർഷം വന്നവർ അടുത്ത വർഷം വീണ്ടും പൊങ്കാല അർപ്പിക്കാനായി നോമ്പൊക്കെ അല്ലെങ്കിൽ വ്രതശുദ്ധിയോടുകൂടി തന്നെ ഒരു വർഷത്തെ കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും അവർ പൊങ്കാല അർപ്പിക്കാനായി എത്തുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതുതന്നെയാണ് ഇവിടെ തിരക്കെന്ന് പറയുന്നത്. പക്ഷേ രാവിലെ ഇവിടെ ദർശനത്തിന് വേണ്ടിയുള്ള ദേവീ ദർശനത്തിന് വേണ്ടിയുള്ള ഒരു നീണ്ട ക്യൂ ആണ് ഉണ്ടായിരുന്നത്. അതിനിപ്പോൾ എന്തായാലും വൈകുന്നേരം അത്തരത്തിൽ വലിയൊരു ക്യൂ തന്നെയായിരിക്കും അത്തരത്തിലുണ്ടാകുന്നത്. സമാന്തരമായിട്ട് താലപ്പൊലി, കുട്ടികളുടെ താലപ്പൊലി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം ദേവീ ദർശനത്തിന് വേണ്ടി ഭക്തർ വളരെ നീണ്ട ക്യൂവിൽ നിന്നുകൊണ്ട് തന്നെ ദേവീ ദർശനം നടത്തുന്ന ഒരു കാഴ്ചയും രാവിലെ മുതൽ തന്നെ നമുക്ക് ദൃശ്യമായിരുന്നു. ഏതായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു സുരക്ഷ ഏറെ ഭക്തർക്ക് ഏറെ അനുഗ്രഹമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം 3500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിരുന്നത്. അത് വിവിധ വകുപ്പുകൾ തിരിച്ച്, ഷാഡോ പോലീസ് അടക്കം വിവിധ വകുപ്പുകൾ തിരിച്ചുള്ള പ്രവർത്തനം, അത്തരത്തിലുള്ള പ്രവർത്തനം ഇവിടെ ഈ ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിക്കാനെത്തുന്നവർക്ക് വളരെ സുരക്ഷിതത്തോടുകൂടി പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നതിന് വേണ്ടി സഹായകരമായി ഇനി എല്ലാ സ്ഥലത്തും ഇപ്പോൾ നിവേദ്യം നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. നിവേദ്യം നടത്തി ഭക്തരെല്ലാം തന്നെ പൊങ്കാല അടുപ്പുകളുമായി വാഹനങ്ങളിലേക്ക് തിരിച്ച് കഴിയുന്ന ആ സമയം, ഭക്തർ അവിടെ നിന്ന് തിരിക്കുന്ന സമയം മുതൽ തന്നെ ക്ലീനിങ് ജോലികളും ആരംഭിക്കും. എങ്കിൽ മാത്രമേ 4 മണിക്കൂർ കൊണ്ട് ഈ നഗരം ക്ലീനിങ് ആക്കി വൈകുന്നേരം വീണ്ടും വലിയൊരു ജനപ്രവാഹം ക്ഷേത്രത്തിലേക്ക് വരും. ഈ ആറ്റുകാൽ ദേവിയുടെ എഴുന്നള്ളത്ത്, ആ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. അവർക്ക് വരുന്നതിനും മറ്റു വാഹനങ്ങളുടെ ഗതാഗത തടസ്സമുണ്ടാകാതിരിക്കാൻ അത്തരത്തിൽ നഗരത്തിനെ ക്ലീൻ ആക്കുന്ന ഒരു വെല്ലുവിളിയിലേക്ക് കോർപ്പറേഷനും കടന്നിരിക്കുകയാണ്. ഏതായാലും ഒരു വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് കൂടെ, പൊങ്കാല ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കൂടെ ഇപ്പോൾ പരിസമാപ്തി വന്നിരിക്കുകയാണ്. അരുൺ, ഈ മടങ്ങിപ്പോകുന്ന ഭക്തജനങ്ങൾക്ക് തിരിച്ച് പോകാനുള്ളൊരു ക്രമീകരണം എങ്ങനെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്? പ്രത്യേകിച്ച് പ്രത്യേക KSRTC സർവീസുകളും ട്രെയിൻ ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ ക്രമീകരണം എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഒരു വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്ന സാഹചര്യം കൂടിയാണല്ലോ നിലവിൽ ഉള്ളത്. തീർച്ചയായും അരുൺ, അതായത് KSRTC വളരെ നേരത്തെ തന്നെ വാഹനങ്ങൾ, സ്പെഷ്യൽ ബസ് സർവീസ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാത്രം ഉള്ള സൗകര്യം തന്നെയാണ് ബസ് സർവീസ്, പ്രത്യേക ബസ് സർവീസ് ഒരുക്കിയിട്ട് അത് ഓരോ മേഖല തിരിച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇന്ന ഭാഗത്തേക്ക് പോകേണ്ട ഭക്തർ ഇന്ന സ്ഥലത്ത് നിന്ന് വാഹനം കയറണം. അതിനു വേണ്ടിയിട്ട് കിഴക്കക്കോട്ടയിലും ബൈപ്പാസിലുമായിട്ടാണ് ഒരു ഭാഗത്ത് ബസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. നെയ്യാറ്റിൻകര ബാലരാമപുരം പോകേണ്ട ബസ്സുകളെല്ലാം തന്നെ കിള്ളിപ്പാലം മുതൽ അങ്ങോട്ടാണ് ബസ്സുകളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നത്. പൂവാർ, വിഴിഞ്ഞം, കോവളം ഭാഗത്തുള്ളത് ബൈപ്പാസ് കമലേശ്വരം മുതൽ ഉണ്ട്. മറ്റ് ആറ്റിങ്ങൽ, അതുപോലെ കൊല്ലം തുടങ്ങിയ ഭാഗത്തേക്ക് പോകുന്ന ദീർഘദൂര സർവീസുകൾ തമ്പാനൂരിൽ നിന്നും, അല്ലാതെ ലോക്കൽ സർവീസുകളൊക്കെ ബൈപ്പാസിലും
ഈസ്റ്റ് ബോർഡിലുമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഭക്തർക്കുണ്ടാകരുത് എന്നുള്ളത് എല്ലാവരും ഒരുമിച്ച് തന്നെ അത് പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ട്രെയിനുകൾ ഇനി ഉച്ചയ്ക്ക് ശേഷം പോകുന്ന ജനശതാബ്ദി അടക്കമുള്ള ട്രെയിനുകൾക്ക് ചില സ്ഥലങ്ങളിൽ കൂടെ സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. മറ്റ് ട്രെയിനുകൾ ചെന്നൈ എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകളിൽ കൂടുതൽ ഇന്ന് 5 മിനിറ്റും 2 മിനിറ്റും വീതം കൂടുതൽ സ്റ്റോപ്പുകളിൽ നിർത്തും എന്നുള്ളത് റെയിൽവേ തന്നെ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം റെയിൽവേ സ്റ്റേഷനിലും നിരവധി പേർ പൊങ്കാല അർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും KSRTCയുടെ ഭാഗത്തു നിന്നുമൊക്കെ വലിയൊരു സജ്ജീകരണം ഇവിടെ നിന്ന് പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്ന ഭക്തർക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുകയാണ്. അരുൺ, സാധാരണ എല്ലാ വർഷവും നിരവധി പേർ പൊങ്കാലയ്ക്ക് എത്താറുണ്ട്, എങ്കിലും താരപരിവേഷം കൂടി ഇതിന് ഉണ്ടാവാറുണ്ടല്ലോ. താരങ്ങളുടെ പൊങ്കാല ഇത്തവണ ആരൊക്കെയാണ് വിശിഷ്യ എത്തിയത്? അരുൺ, ഇത്തവണ നമ്മൾ സാധാരണ എല്ലാ വർഷവും സ്ഥിരമായി പൊങ്കാലയ്ക്ക്, ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരു സാന്നിധ്യമായിരുന്നു കൽപ്പനയുടെ നിര്യാണം. തീർച്ചയായും അവരോടൊപ്പം സ്ഥിരമായി വന്ന് പൊങ്കാലയിടുന്ന താരങ്ങൾക്ക് തന്നെ മനസ്സിൽ അല്പം വിഷമമുള്ള ഒരു കാര്യം തന്നെയാണെന്ന് അവർ തന്നെ പ്രതികരിക്കുകയുമുണ്ടായി. ആനിയും ചിപ്പിയും അതോടൊപ്പം തന്നെ ഇനി അടക്കമുള്ളവർ താരപരിവേഷത്തോടു കൂടി അവർ സ്ഥിരം പൊങ്കാലയിടുന്നതാണ്. അവരിവിടെ ഈ നമ്മുടെ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഗൗരിവന്ദനം എന്ന ഹോട്ടലിലാണ് അവർ പൊങ്കാല ഇട്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗവർണർ സദാശിവം, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതോടൊപ്പം തന്നെ IPS ഉദ്യോഗസ്ഥർ ഉണ്ട്, അവരുടെ കുടുംബാംഗങ്ങൾ, ഡോക്ടർ ബീന തുടങ്ങിയവരൊക്കെ, ഹെൽത്ത് ഡയറക്ടർ അടക്കമുള്ളവരൊക്കെ ഇവിടെ ക്ഷേത്രത്തിന് മുന്നിലായാണ് പൊങ്കാല അർപ്പിച്ച. ഇപ്പോൾ അവരും പൊങ്കാല നിവേദ്യം കഴിഞ്ഞ് പൊങ്കാലയുമായി മടങ്ങിയിരിക്കുന്നു. അത്തരത്തിൽ എല്ലാ ഭാഗത്തു നിന്നുള്ള സാധാരണക്കാർ മുതൽ മറ്റെല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർ ഓരോ വർഷവും ഇതറിഞ്ഞും ഇതിൻ്റെ ഭാഗമായും അത് കൂടുതൽ പ്രാവശ്യം വരണമെന്നുള്ള ആഗ്രഹത്തോടും കൂടെ കൂടുതൽ തവണ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പൊങ്കാല കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഓരോ വർഷവും മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് തീർച്ചയായും അതിൻ്റെയൊക്കെ ഫലമായി തന്നെയാണ് ഗിന്നസ് ബുക്കിൽ പോലും ആറ്റുകാൽ പൊങ്കാല, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിലെ ഈ ചരിത്ര പ്രസിദ്ധമായ പൊങ്കാല ഇടം പിടിച്ചതെന്നും പറയാറുണ്ട്. ഇത്തവണത്തെ ക്രമീകരണങ്ങളെ പൊതുവിൽ എങ്ങനെയാണ് വിലയിരുത്താനാവുക? എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് സമയബന്ധിതമായി കൃത്യമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നിലവിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം യാതൊരു തരത്തിലും ഒരു ഭാഗത്തുനിന്നും ഒരു പരാതിക്കുമുള്ള ഇടയുണ്ടാക്കിയിട്ടില്ല എന്ന് കേട്ടു. അതുകൊണ്ട് കൂടി അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് അരുൺ. കാരണം ഇവിടെ വകുപ്പുകളുടെ ഒരു കൂട്ടായ പ്രവർത്തനം, ഏകോപനം, അതാണ് ഏറ്റവും വിജയം എന്ന് പറയുന്നത്. കാരണം അത് ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിന് എല്ലാ വകുപ്പുകളും അത്തരത്തിൽ ഒരുമയോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. ഒരു ഭാഗത്തു നിന്നും ഒരു വീഴ്ച ഉണ്ടായതായി ഇതുവരെയും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ, റവന്യൂ വകുപ്പിൻ്റെ ആയാലും ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പുകളുടെ കാര്യത്തിൽ അവരുടെ ഏകോപനം, പിന്നെ ശുചീകരണ വിഭാഗത്തിൻ്റെ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റെയും ഫുഡ് ഇൻസ്പെക്ടർമാരുടെയൊക്കെ അവരുടെയൊക്കെ, അതുപോലെ അതിനേക്കാൾ ഏറ്റവും ഉപരി KSEBയുടെ പ്രവർത്തനം വെച്ചാൽ അവരുടെ പ്രത്യേക യൂണിറ്റ് തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി അവരിവിടെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഇന്ന് കൂടുതൽ ജീവനക്കാർ, ഇന്നലെ രാത്രി മുതൽ അർദ്ധരാത്രി മുതൽ കൂടുതൽ ജീവനക്കാർ 11 kV നിന്നുള്ള കൂടുതൽ സപ്ലൈ, ഏതെങ്കിലും ഒരു ലൈനിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സമാന്തരമായി മറ്റൊരു ലൈനിലേക്ക് ഗ്രിഡ് വഴി മാറ്റാനുള്ള സംവിധാനം, അത്തരത്തിലുള്ള ഒരു സജ്ജീകരണം വരെ KSEB ചെയ്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പങ്കാളിത്തം ഉറപ്പാക്കുമ്പോൾ വാട്ടർ അതോറിറ്റി ആകട്ടെ, ഇതിനൊക്കെ ഉപരി ഓരോ മേഖല കേന്ദ്രീകരിച്ചും അവിടുത്തെ യുവജനങ്ങൾ സംഘടിച്ചുകൊണ്ട് ഭക്തർക്ക് വേണ്ട സൗകര്യം, പ്രത്യേകിച്ച് ആഹാരമായാലും അവർക്ക് പൊങ്കാലിടുന്നതിനുള്ള ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതിനും കുടിവെള്ളം എത്തിക്കുന്നതിനും ഒക്കെ വലിയൊരു പ്രവർത്തനം നടത്തി. ആ കുടിവെള്ളം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് കോർപ്പറേഷൻ്റെ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ. കാരണം അവർ ഇത്തവണ ഈ പൊങ്കാല എന്ന് പറയുന്നത് തീർച്ചയായും പ്ലാസ്റ്റിക് വിമുക്തമായിരിക്കണം. അതുകൊണ്ട് തന്നെ കൂട്ടായിട്ടൊരു ശുചിത്വ മിഷൻ്റെ പ്രവർത്തനവുമായി നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞാണ്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കം അതിന് പിന്തുണയുമായി എത്തുകയും ഇവിടെ ഭക്തജനങ്ങൾക്കുള്ള സ്റ്റീൽ പാത്ര വിതരണമൊക്കെ നടത്തുകയും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ഒക്കെ ചെയ്തു. അത്തരത്തിൽ വരുമ്പോൾ ഇവിടെ വരുന്ന ഒരു ഭക്തർക്ക് ഇതൊരു മാതൃകയാവും. കാരണം അടുത്ത വർഷം വരുമ്പോഴും അതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറച്ച് അത് മാറ്റി അവർ ഒരു പാത്രവും ഒരു ഗ്ലാസും കൊണ്ടുവന്ന് വെള്ളവും അല്ലെങ്കിൽ ഭക്ഷണം സാധനങ്ങളും കഴിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ മാലിന്യ നിക്ഷേപം കുറയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഇടപെടൽ കോർപ്പറേഷൻ വളരെ ഫലപ്രദമായി നടത്തി എന്നുള്ളത് തന്നെയാണ്. കാരണം ഇനി ദേവീ ദർശനം ഇപ്പോൾ പൂജ നടക്കും. പൂജയ്ക്ക് ശേഷം വീണ്ടും ഭക്തർക്ക് ദേവീ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. ആ ദേവീ ദർശനം നടക്കുന്ന സമയത്ത് കൂടുതൽ ഭക്തർ
ഇവിടേക്ക് ഇനിയും എത്തിച്ചേരും. കാരണം വൈകുന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 മണിക്കാണ് കുത്തിയോട്ട ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കാരണം ഈ 800 കുട്ടികളെയും വേൽ കുത്തി പുറത്തിറക്കിയതിന് ശേഷമാണ് ഈ ഘോഷയാത്ര പുറപ്പെടുന്നത്. അപ്പോൾ ഈ ഘോഷയാത്ര 9 മണിക്ക് ആരംഭിച്ചാലും 3 മണിക്ക് തിരികെ എത്തുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംഘാടകരുടെ ഒരു അനുമാനം. അത്തരത്തിൽ എത്തുമ്പോൾ ഇവിടെ ക്ഷേത്രത്തിലെ കാപ്പുകെട്ടലും കാപ്പഴിക്കലുമാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങെന്ന് പറയുന്നത്. അത്തരത്തിൽ കാപ്പഴിച്ചുകൊണ്ട് കുരിശി നടത്തി ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് തിരശ്ശീല വീഴുന്നൊരു കാര്യം. പിന്നെ പോലീസിൻ്റെ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 3500-ലധികം പോലീസുകാരാണ് സുരക്ഷയ്ക്കുണ്ടായിരുന്നത്. അതിൽ ഷാഡോ പോലീസുണ്ട്, വനിതകളുടെ ഷാഡോ പോലീസ്, പുരുഷന്മാരുടെ ഷാഡോ പോലീസ്, അതിനുപരി കമാൻഡോസിൻ്റെ ഒരു സേവനം, പിന്നെ ഫയർഫോഴ്സിൻ്റെ സേവനം. എവിടെ ഏത് മേഖലയിൽ ഒരു ഭക്ത ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ അവർക്ക് വേണ്ട എല്ലാ സഹായവുമായും എല്ലാ ആളുകളും ചുറ്റുമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പൊങ്കാല മഹോത്സവത്തിൻ്റെ പേരും പെരുമയും ഒക്കെ എല്ലാ ആളുകളിലേക്കും എത്താൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഭക്തർ അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകല്ലേ എന്നുള്ളത് അവർ പ്രാർത്ഥനയോടെ അവർ വിശുദ്ധിയോടെ യഥാർത്ഥത്തിൽ ഒരു 3 ദിവസത്തെ ഉറക്കമൊക്കെ മാറ്റി വെച്ചിട്ടാണ് അവർ ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പെന്ന് പറയുന്നത്. കാരണം വളരെ ദൂരെയുള്ളവർ ഇന്നലെ രാവിലെ മുതൽ തന്നെ വന്നു അവരുടെ സ്ഥലങ്ങൾ പൊങ്കാലിടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമൊക്കെ കണ്ട് അവിടെ അടുപ്പുകളൊക്കെ എല്ലാം ഒരുക്കിയ ശേഷമാണ് ദേവീ ദർശനത്തിനായി ഇറങ്ങുന്നത്. അപ്പോൾ അത്തരത്തിൽ മറ്റ് ജില്ലകളിൽ നിന്ന് പോലും വളരെ നേരത്തെ തന്നെ ഭക്തരെത്തി പൊങ്കാല അർപ്പിച്ച് മടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യവും ഇതിൻ്റെ ഒരു വിശ്വാസവും ഒക്കെ കൂടുതൽ വിശ്വാസം ഉള്ളവർക്ക് കൂടുതൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ ഇതിനകത്തുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ തരത്തിലും എല്ലാവരും ഒരുമിച്ച് നിന്നുള്ളൊരു പ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഈ പൊങ്കാല എന്ന് പറയുന്നത് എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ പൊങ്കാല അർപ്പിച്ച് മടങ്ങാനുള്ള ഒരു വഴിയൊരുക്കിയിരിക്കും.